ഹലോ അസ്സാം വലൈക്കും ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ചായയൊക്കെ കുടിച്ചോ? നമ്മളിന്ന് ഫോർത്തിൽ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും അതിൻ്റെ ഒരു ആകാംക്ഷയിൽ ഇരിക്കാവില്ലേ? അപ്പോൾ നമുക്കെല്ലാം നോക്കാം. ലെറ്റേഴ്സാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററാണ് സ്വരാക്ഷരങ്ങൾ, സ്വറാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ചെറിയൊരു കഥ രൂപത്തിൽ ഇത് പോവാം കേട്ടോ. അതായത് നമ്മൾ സ്വരാക്ഷരങ്ങൾ, അതായത് സ്വറിനെ നമ്മൾ സ്വർ അമ്മാവിൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വർ അമ്മാവിന് കുറച്ച് മക്കളുണ്ട്. എത്ര അറിയോ? അതായത് മലയാളത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഹിന്ദി സ്വരാക്ഷരങ്ങൾ. 2 ലെറ്റേഴ്സ് കുറവാണ്. അങ്ങനെ ടോട്ടൽ 13 മക്കളാണുള്ളത്. സ്വറമ്മാവിന് 13 മക്കളാണുള്ളത്. നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. ആ, ആ, ഇ, ഈ, ഉ, ഊ, റ്, എ, ഐ, ഓ. ഇത് ഓ എന്നല്ല കേട്ടോ, ഓ, ഔ, അം, ആ. ഇത്രയാണ് സ്വറമ്മാവിൻ്റെ മക്കൾ. അവരുടെ നെയിംസ് ആണിത്. സ്വറമ്മാവിൻ്റെ മക്കളാണ് ഈ 13 പേരും. ഇതിൽ 2 പേര് മലയാളത്തിൽ നിന്ന് കുറവാണല്ലേ. മലയാളത്തിൽ എ എന്നുണ്ട്, അതുപോലെ തന്നെ ഓയും ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ ഹിന്ദിയിൽ ഇല്ല. ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഓരോ മക്കളുടെയും നിക് നെയിം നോക്കിയാലോ? മിസ് ഇത് കാണിക്കാം. ഫസ്റ്റ് വന്നിട്ട് ആ എന്നുള്ള അതിൻ്റെ നിക് നെയിം എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? അമരൂത്ത്. എന്താണ് അമരൂത്ത് എന്ന് പറഞ്ഞാൽ? നല്ല ഭംഗിയായിട്ടുള്ള പിക്ചറൊക്കെ കാണുന്നുണ്ടല്ലേ. എന്താണത്? പേരക്കയാണ്, അടക്കാപ്പഴം അല്ലേ? അതൊക്കെ നമുക്ക് പറയാം. അടക്കാപ്പഴം എന്നൊക്കെ പറയില്ലേ ചില നാട്ടിൽ. അപ്പോൾ പേരക്കയാണിത്. പേരക്കയ്ക്ക് എന്താ നമ്മൾ ഹിന്ദിയിൽ പറയുക? അമരൂത്ത്. അപ്പം നമുക്ക് ഈ ഒരു ലെറ്റർ അറിയാം അല്ലേ? നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ലെറ്റർ എങ്ങനെയാണ് നമ്മൾ എഴുതുക? ആ എന്ന് എഴുതണമെങ്കിൽ സുഖമാണല്ലേ, സിമ്പിളാണ്. ആദ്യം നമ്മൾ 3 എന്ന് എഴുതാം. നമുക്ക് എല്ലാവർക്കും 3 എന്ന് എഴുതാൻ അറിയില്ലേ? അപ്പോൾ 3 എന്ന് എഴുതുന്നു. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ ഒരു വര കൊടുക്കുക. മുകളിൽ താഴോട്ട് ഒരു 1 ഇടുക. സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറയും. അപ്പോൾ ഒരു 1 ഇടുക. അതുപോലെ തന്നെ മുകളിലും ഒരു വര കൊടുക്കണം. ഹിന്ദീൻ്റെ പ്രത്യേകതയാണ്, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എന്തെഴുതിയാലും മുകളിൽ ഇങ്ങനൊരു ലൈന് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ എന്ന് എഴുതുക. ആ സേ അമരൂത്ത്. ഓക്കെ, അമരൂത്ത് എന്നിവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ലെറ്റേഴ്സ് ഒന്നും അറിയണ്ടാവില്ല അല്ലേ? ഇതൊക്കെ എന്താണ്? വ്യഞ്ജനാക്ഷരമാണ് കേട്ടോ, വ്യഞ്ജനാക്ഷരങ്ങളാണ്. അതൊക്കെ നമുക്ക് വയ്യെ പഠിക്കാം. ഇപ്പം നിങ്ങൾ ഈ ഒരു ലെറ്റർ നോക്കാം. ഓക്കെ, അപ്പോൾ അമരൂത്ത് എഴുതുന്ന ജസ്റ്റ് ഒന്ന് മിസ് കാണിക്കാം, നോക്കിക്കോളൂ. ആദ്യം നമ്മൾ ആ എന്ന് എഴുതുന്നു. പിന്നെയോ ഇതാണ് മ. ഇത് ര അല്ലെങ്കിൽ റ എന്നൊക്കെ പറയൂ കേട്ടോ. ഇത് രൂ, അതായത് ഒരു ചിഹ്നമാണ്. ദ, അമരൂത്ത്. ഓക്കെ, അപ്പോൾ ആ സേ അമരൂത്ത് ഇതെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ബേബീനെ നോക്കാം കേട്ടോ. ഫസ്റ്റ് ബേബിയാണ് ആ. ഇനി ആ, രണ്ടാമത്തെ ബേബിയാണ് ആ. ഇതെങ്ങനെ എഴുതും നമ്മൾ? ഈ ബേബീൻ്റെ നിക് നെയിം എന്താണ്? ആഗ് എന്നാണ് അല്ലേ. ആ സേ ആഗ്. ആഗ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിയ പിക്ചർ, ഫയർ അല്ലേ, തീയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ എന്ന് എഴുതുന്നത് നോക്കാം. നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചു ആ എന്ന് എഴുതാൻ അല്ലേ. എങ്ങനെയാണ് ആ എഴുതുക? ഓക്കെ, 3 ഇടുന്നു. ഇങ്ങനെയാണ് ആ എന്ന് എഴുതുക. ഇനി പ്ലസ് എന്ത് ചെയ്യണം? ഒരു 1 കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ എന്താവും? അത് ആ എന്നായിട്ട് മാറും. ഇതാ ഇവിടെ എക്സ്ട്രാ ഒരു 1 കൂടെ ഇട്ട് കൊടുക്കുന്നു. മുകളിൽ ഒരു ലൈൻ വരക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ എന്ന് എഴുതുക. സിമ്പിളാണ്. ആ സേ ആഗ്. അപ്പോൾ ആഗ് എങ്ങനെ നമ്മൾ എഴുതും? നമ്മളിപ്പോൾ ആ എന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എന്ന് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ കുടക്കാലൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതുപോലെ ഒരു സംഭവമാണല്ലേ ഇത്. ഇപ്പോൾ ചെറിയൊരു കുടയുടെ കാല് വരച്ചു കൊടുക്കുന്നു. പിന്നെ ഒരു 1 ഇടുക, മുകളിൽ വരക്കുക. ഇങ്ങനെയാണ് ആഗ് എന്ന് എഴുതുക. ഇതെന്താണ്? വ്യഞ്ജനാക്ഷരമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ പഠിക്കണ്ട. ഇപ്പോൾ നിങ്ങൾ സ്വരാക്ഷരം മാത്രം മതി. നമുക്കത് പയ്യെ പഠിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ബേബീനെ നോക്കുകയാണ്. നെക്സ്റ്റ് ബേബി ആരാണ്? ഈ ആണ്. നോക്കിയേ, നല്ല ആവി പറക്കുന്ന ഇഡ്ഡലിയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ എന്നെങ്ങനെ എഴുതാൻ നോക്കാം. നെക്സ്റ്റ് ബേബിയാണ് ഈ. ഈ എഴുതാൻ സിമ്പിളാണ്. ചെറിയ ഒരു 1 കൊടുക്കുക കേട്ടോ. ഓക്കെ, ചെറിയൊരു 1 കൊടുക്കുന്നു. എന്നിട്ടോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ചെറിയ ഒരു 1 കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എസ് ഒക്കെ എഴുതാൻ അറിയില്ല, അതുപോലെ ഇടുക. സ്റ്റോപ്പ് ചെയ്യരുത്. മുകളിലോട്ട് കൊണ്ടുപോയിട്ട് റൗണ്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് മുകളിലൊരു വര കൊടുക്കുക. ഇതാണ് ഈ. ഈ സേ ഇഡലി. ഇഡലി എങ്ങനെയാ എഴുതാം? നമുക്ക് നോക്കാം. ഈ എന്ന് എഴുതാം അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചു ഈ. ഇനി ഈ ഒരു ലെറ്റർ എങ്ങനെ എഴുതും? ഡായാണ്. സിമ്പിളല്ലേ? ഈ എഴുതി അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നു. പിന്നെ ല. അതുപോലെ തന്നെ ലീ എന്നാക്കാൻ നമ്മൾ ഇങ്ങനെ ഒരു ചിഹ്നം മലയാളത്തിൽ ഇടാറുണ്ടല്ലേ. അത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സേ ഇഡലി. ഓക്കെ, നല്ല ആവി പറക്കുന്ന ഇഡലി എല്ലാവർക്കും ഇഷ്ടമാണ് ഇഡലി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബേബീനെ നോക്കാം. ഈ. ഓക്കെ, ഈ എന്നാണ് ഈ ബേബീൻ്റെ നിക് നെയിം. ഈദ് എന്നാണ്. നമുക്ക് ഇതൊക്കെ വരാൻ പോവുകയാണെങ്കിലേ നമുക്ക് നോക്കാം ഈ എന്ന് ഇതെങ്ങനെയാണ്. നമ്മൾ ഈ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതും? ഇങ്ങനെയാണ് ഈ എന്ന് എഴുതുക. അപ്പോൾ അത് ഈ എന്നാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മുകളിൽ ജസ്റ്റ് ഈ ഒരു ചിഹ്നം ഇട്ട് കൊടുത്താൽ മതിയില്ലേ. നമ്മൾ കുടക്കിൻ്റെ കാല് നമ്മൾ നേരത്തെ പറഞ്ഞു, കുടക്കാല് ഇങ്ങനെയല്ലേ, നേരെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതെന്തായി? ഈ ആയി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ സേ ഈദ്. ഈദ് എങ്ങനെ എഴുതും? നമ്മളിപ്പോൾ ഈ എന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ധായും കൂടെ ഇട്ട് കൊടുത്താൽ ഇതെന്തായിട്ട് മാറും? ഈദ് എന്നായിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഈ ഒരു 4 ലെറ്റേഴ്സേ നോക്കുന്നുള്ളൂ. ആ ഈ. ഇതിൻ്റെ എല്ലാ നിക് നെയിംസും എല്ലാവരും പഠിച്ചല്ലോ അല്ലേ. ഇനി നമുക്കിതിൽ ചെറിയൊരു ആക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ,
ഓക്കെ മക്കളെ, നമുക്കപ്പോൾ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്, അതായത് എക്സസൈസ് എന്ന് പറയുന്നത് വരയും ഓർ ലിഖേ. ഇവിടെ ഫില്ല് ചെയ്യാനാണ്. അതായത് നമ്മളിപ്പം ഇന്ന് പഠിച്ച ഈ ഒരു ലെറ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, സ്വരാക്ഷരങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ലെറ്ററാണ് വരിക, ആ എന്നാണ്. അപ്പോൾ ആ എന്നെങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ എഴുതുക, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ ഇവിടെയോ ഈ, ഇവിടെ ഈ 3 ലെറ്റേഴ്സ് അല്ലേ നമ്മളിന്ന് പഠിച്ചേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഹിന്ദി എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. ഹോംവർക്കാണ്, അപ്പോൾ അത് പറയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ യൂണിറ്റ് ടാസ്ക് ഉണ്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങളൊരു വീക്കെൻഡ് ആകുമ്പോഴത്തേനും ചെയ്യേണ്ടതാണ്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റാർ ഒക്കെ ഉണ്ടാവും കേട്ടോ. നീച്ചെ ദിയേ ഗയേ അക്ഷരോं का उपयोग करके ഫ്ലാഷ് കാർഡ് ബനായേ. നമ്മൾ ഇന്ന് ഈ ഒരു പഠിച്ച ലെറ്റേഴ്സ് 4 ലെറ്റേഴ്സാണ്. ഈ ലെറ്റേഴ്സൊക്കെ എന്ത് ചെയ്യണം, ഫ്ലാഷ് കാർഡ് ആക്കണം. അറിയാലോ അല്ലേ എല്ലാവർക്കും ചെയ്യാൻ. ചെറിയൊരു കട്ടിയുള്ളൊരു ചെട്ടക്കടലാസൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നിങ്ങൾ ചെയ്യാണ് വേണ്ടത്. അതിൽ ജസ്റ്റ് ഇത് വലുതാക്കിയിട്ട് എഴുതുക. കുറച്ച് കയ്യിൽ പിടിക്കാനുള്ള ഒരു ഇതിൽ നിങ്ങളത് മുറിച്ചെടുക്കണം കേട്ടോ, ചെട്ടക്കടലാസ്. എന്നിട്ട് അതിൽ ലെറ്റേഴ്സ് എഴുതണം. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളിത് സൂക്ഷിച്ച് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിന് അത് കാണിച്ച് തരണം. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്വരാക്ഷരങ്ങളൊക്കെ മൊത്തം എടുത്ത് കഴിഞ്ഞതിന് ശേഷം അത് കൊണ്ടുപോയി ചെറിയ ഗെയിം കളിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.